യേശുവേ സ്വസ്ത്രം, യേശുവേ സ്തുതി, യേശുവേ നന്ദി. എൻ്റെ പേര് ഫ്രാൻസിസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പൊറനാട്ടുകര എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്പം അടുത്ത് എനിക്ക് തന്ന ഒരു അത്ഭുതമാണ്. അത്ഭുതം എങ്ങനെയാണ്? ഞാൻ നടുവേദനയാൽ, അതായത് ഞങ്ങളുടെ അവിടെ പറയും തണ്ടൽ വേദന എന്ന്, തണ്ടൽ വേദനയാൽ വളരെ വിഷമിച്ച് കാലങ്ങൾ തള്ളി നീക്കിയിരുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് ഒരു 4 വർഷത്തിൻ്റെ ഉള്ളിൽ 3 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. 2-3 ഓപ്പറേഷൻ്റെ ഉള്ളിൽ എനിക്കൊരു പുതിയൊരു അസുഖം കണ്ടുപിടിച്ചു. ക്രിയാറ്റിൻ കൂടുതലാണ്, ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ പെയിൻ കില്ലറോ ഒന്നും കഴിക്കാൻ പാടില്ലെന്ന് ഫയലിൽ ഡോക്ടർമാർ എഴുതി വെച്ചു. പക്ഷേ എനിക്ക് തണ്ടൽ വേദന വന്നതിന് ശേഷം ഞാൻ തൈലിട്ടോ അല്ലെങ്കിൽ ബാമിട്ടോ ഒഴിഞ്ഞ് ചൂട് പിടിച്ച് തത്സമയ ആശ്വാസം ആണ് എനിക്ക് കിട്ടിയിരുന്നത്. ഞാൻ ഈ എൽറുക ധ്യാന കേന്ദ്രത്തെ പറ്റി അറിയുന്നത് ഒരു 5 മാസം മുമ്പാണ്. എനിക്ക് വേണ്ടപ്പെട്ടൊരു ചേച്ചി, മേബിൾ ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി മുഖാന്തരമാണ് ഞാൻ ഈ ധ്യാന കേന്ദ്രം അറിയാനിടയായത്. അങ്ങനെ പിന്നത്തെ മാസം ഒരു 5 മാസം മുമ്പ് ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ കടന്നു വരികയും ഞാൻ എൻ്റെ ഭാര്യയും കൂടി കടന്നു വരികയും ഇവിടുത്തെ പ്രാർത്ഥനയിലും ഇവിടുത്തെ സ്തുതിപ്പിലും ഞാൻ പങ്കുകൊള്ളുകയും ചെയ്തപ്പോൾ അന്ന് റാഫിലച്ചൻ എൻ്റെ പേര് വിളിച്ച് പറഞ്ഞു, ഫ്രാൻസിസ് എന്ന മകനെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന്. എനിക്ക് വളരെ സന്തോഷമായി. ഇത്ര നിറയെ ജനങ്ങളുണ്ടായിരുന്നു, അതിൽ ഫ്രാൻസിസ് എന്ന മകൻ ഞാൻ തന്നെയാണെന്നുള്ള സന്തോഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് തിരിച്ചും എൻ്റെ തണ്ടൽ വേദനയ്ക്ക് യാതൊരു കുറവുണ്ടായില്ല. പക്ഷേ എൻ്റെ ഭാര്യയുടെ സഹായത്താലാണ് ഞാൻ കുറേ കാലം ഈ അടുത്ത 4-ാം തീയതി വരെ ഞാൻ ജീവിച്ചിരുന്നത്. കാരണം കുളിക്കാൻ എൻ്റെ ഭാര്യയുടെ സഹായം വേണം, മറ്റു എല്ലാ കാര്യങ്ങൾക്കും കിടന്നിടത്തുനിന്ന് എനിക്ക് എൻ്റെ ഭാര്യയുടെ സഹായം വേണം. അങ്ങനെ 4-ാം തീയതി രാത്രി ഞാനൊരു യാത്ര കഴിഞ്ഞ് വന്നിട്ട് അന്ന് നേരത്തെ ഞാൻ കിടന്നുറങ്ങി. കാരണം എനിക്ക് ഭയങ്കര ടയർഡായിരുന്നു. ഞാനൊരു 11 മണി 12:30 കിടക്കുന്ന വ്യക്തിയാണ്. അന്ന് ഒരു 8:30 കിടന്നു, ഭക്ഷണം കഴിച്ച് കിടന്ന് ഞാൻ ഈ ഷുഗർ കംപ്ലൈൻറ്റ്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, ക്രിയാറ്റിൻ, നടുവേദന, മുട്ടുവേദന, എല്ലാ സുഖങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ഒരു 2-3 പ്രാവശ്യം രാത്രി യൂറിൻ പാസ് ചെയ്യാൻ എണീക്കും. അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ യൂറിൻ പാസ് ചെയ്യാൻ ഒരു 12:30 എണീറ്റിട്ട് അതിൻ്റെ അന്ന് പകല് ഞാനൊരു ഭാര്യയോടൊരു പരാതി പറഞ്ഞു. മോളെ, എനിക്ക് നമ്മളിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നുണ്ട്, കുംസാരിക്കുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്, കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ പ്രാർത്ഥന എന്താ കേൾക്കാത്ത? എനിക്കാണെങ്കിൽ പല പ്രശ്നങ്ങൾ, 1000 പ്രശ്നങ്ങൾ. എനിക്ക് അതൊക്കെ മാറ്റി വെച്ച് എൻ്റെ തണ്ടൽ വേദന മാറ്റി തരാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ, നമുക്ക് പല കാര്യങ്ങളും ദൈവം ചെയ്തു തരുന്നുണ്ട്, അതെന്താ മനസ്സിലാക്കാത്ത എന്ന് ചോദിച്ചപ്പോൾ ശരി ഇവിടെ എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി ഞാൻ ദൈവവുമായി സംസാരിച്ചു. ദൈവമായി എൻ്റെ മനസ്സ്, ഞാൻ ദൈവത്തിനൊന്നും കണ്ടിട്ടില്ല, പക്ഷേ എൻ്റെ മനസ്സ് പറഞ്ഞു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് എന്താണ് എൻ്റെ തണ്ടൽവേദന മാറ്റി തരാത്തത്? ഇത് മാറ്റിക്കഴിഞ്ഞ് പിന്നെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടാം. പക്ഷേ എനിക്ക് ആദ്യമായി വേണ്ടത് എൻ്റെ നടുവേദന മാറ്റിത്തരികയാണ്. ഈ നടുവേദനയിൽ ഞാൻ വിഷമിക്കുന്നത് എനിക്ക് തന്നെ അറിയുള്ളൂ. അപ്പോൾ അത് മാറ്റി തരണമെന്ന് ഞാൻ അങ്ങനെ ദൈവത്തോട് സംസാരിക്കുക. അപ്പോൾ ദൈവത്തിനോട് സംസാരിക്കുമ്പോൾ ദൈവം എന്നോട് ചോദിച്ചു മനസ്സുകൊണ്ട്, ഞാൻ നിൻ്റെ തണ്ടൽവേദന മാറ്റിത്തരാം, നിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഞാൻ ഒരു പരിഹാരം തരാം, പക്ഷേ നീ എനിക്ക് എന്ത് തിരിച്ചു തരും? ഇത് ചോദിച്ചപ്പോൾ ഞാൻ ആകെ സ്തംഭിച്ചു പോയി. ഞാൻ എന്താ ദൈവത്തിനെ തിരിച്ചു കൊടുക്കാൻ? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതെല്ലാം മതി ദൈവത്തിനെ. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തിരിച്ചു വന്നത്, നിന്നാലെ നിറയെ ജനങ്ങൾ അറിയപ്പെടണം. അതായത് നിൻ്റെ രോഗശാന്തി, നിൻ്റെ പ്രശ്നങ്ങൾ നിറയെ ജനങ്ങളിലേക്ക് അറിയപ്പെടണമെങ്കിൽ നീ എൽറുകയിൽ പോയി സാക്ഷ്യം പറയണമെന്ന്. ഞാൻ അവിടെ തന്നെ രാത്രി ആ ഉറക്കത്തിൽ തന്നെ പകുതി ഉറക്കമുള്ളൂ എനിക്ക്. രാത്രി ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ഞാൻ 21-ാം തീയതി എൽറുകയിൽ പോകുന്നുണ്ട്, ഞാൻ അവിടെ സാക്ഷ്യം പറയാം. അങ്ങനെ എനിക്ക് എൻ്റെ നേരം വെളുത്തിട്ട് ഭാര്യ പള്ളിയിൽ പോയി വന്നു. ചേട്ടാ, എണീക്കണില്ലേ? എൻ്റെ അവളുടെ സഹായം വേണം ഞാൻ എണീക്കണമെങ്കിൽ. ഒരു സൈഡിലേക്ക് ഇടത്തെ സൈഡിലേക്ക് ചെരിഞ്ഞെടുക്കുന്ന ആൾ ആദ്യം മലർന്ന് കിടന്ന് പിന്നെ വലത്തെ സൈഡിലേക്ക് തിരിഞ്ഞ് ഒരു ജനലിയുണ്ട്, ആ കമ്പി പിടിക്കണം, എന്നാലേ എനിക്ക് എണീക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പഴയതുപോലെ എൻ്റെ വേദന മാറിയെന്ന് എനിക്കറിയില്ലല്ലോ. അങ്ങനെ അവൾ വരുത്ത് വന്നു. ഞാൻ പഴയ മാതിരി ഇടത്തൊന്ന് മലർന്ന് കിടന്നു, എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കിടന്നു. അവസാനം മെല്ലെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കമ്പി പിടിക്കാൻ പോയപ്പോൾ തൊട്ടടുത്ത കമ്പി ജനലിൽ നിൽക്കുന്നത് കമ്പി പിടിക്കാൻ പോയപ്പോൾ ഈ കമ്പി എത്തുന്നില്ല, പിടിക്കാൻ പറ്റുന്നില്ല. ഞാനിത് എന്താ ചിന്തിച്ചു, എന്താ എൻ്റെ കമ്പി പിടിക്കാൻ പറ്റാത്ത? ഞാൻ ഭാര്യയോട്, അപ്പം ഞാൻ ഇങ്ങനെ തപ്പുക, ഇങ്ങനെ തടവുകയാണ്. അപ്പോൾ ഭാര്യ ചോദിച്ചാൽ എന്താ ചേട്ടൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് കമ്പി കാണാനില്ലടേ. അപ്പം അങ്ങനെ
ഇങ്ങനെ നീണ്ടു പോവുക എൻ്റെ കൈ. അങ്ങനെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എണീറ്റു. അപ്പോൾ എനിക്ക് വേദനയൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, മോളെ എൻ്റെ തണ്ടുവേദന മാറി എന്ന് പറഞ്ഞ് ഞാൻ എന്നെ ബാത്റൂമിൽ പോണു, ഞാൻ എന്നെ കസരയിൽ ഇരിക്കണു, ഞാൻ തന്നെ എണീക്കണു. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ തുള്ളിച്ചാടായിരുന്നു. കൈകളടിച്ച് കർത്താവിനോട് നമുക്ക് നന്ദി പറയാം. കർത്താവ് പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിച്ചു. 4 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യം നടുവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും വേദന മാറാത്ത ബുദ്ധിമുട്ടും പ്രയാസവുമായിട്ട് ആയിരുന്ന സഹോദരനെ കർത്താവ് പേര് ചൊല്ലി വിളിച്ച് കർത്താവിൻ്റെ ഇടപെടലും ശക്തമായ പ്രാർത്ഥനയൊക്കെ വഴി പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടിയതിൻ്റെ, തനിച്ചൊന്നും ചെയ്യാൻ പറ്റാതെ ജീവിത പങ്കാളിയുടെ സഹായത്തോടെ അല്ലാതെ ഒന്നും സാധ്യമല്ലാതിരുന്ന ആൾക്ക് പൂർണ്ണമായും ഈശോ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു. ഈശോയോട് നന്ദി പറയാം.